എൻ്റെ മക്കളും ഇതുപോലെ പഠിച്ചതാണ്. ആ സ്കൂളിൽ പറഞ്ഞ യൂണിഫോമാണ് നമ്മൾ ഉപയോഗിച്ചത്. അത് ഒരിക്കലും അങ്ങനെ വെച്ച് നമുക്ക് പുറത്തേക്കാൻ പറ്റത്തില്ല. കാരണം അപ്പോൾ അതൊരു മതത്തിൻ്റെ പേരിലെല്ലാം എന്താ പറയുക, അവരെ ഏൽപ്പിക്കുന്ന, അതായത് അവരെ മതം അടിച്ചേൽപ്പിക്കുന്നതിനോട് നമുക്ക് 2018 കേരള ഹൈക്കോടതി വിധി പ്രകാരം ഏതൊരു സ്കൂൾ മാനേജ്മെൻറ്റും തീരുമാനിക്കുന്ന രീതിയിലായിരിക്കണം അവിടുത്തെ വിദ്യാർത്ഥികൾ എത്തേണ്ടതും, അല്ലെങ്കിൽ യൂണിഫോം ആണെങ്കിലും എന്ത് നിയമങ്ങളും അനുസരിക്കേണ്ടത് ആ വിദ്യാലയത്തിലെ അതായത് പ്രിൻസിപ്പൽ അങ്ങനെ മാനേജ്മെൻറ്റ് പറയുന്ന രീതിക്കായിരിക്കണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് എതിരായിട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിഷയമുണ്ടായി, എറണാകുളത്തുള്ള ഒരു സ്കൂളിൽ ഒരു വിഷയമുണ്ടായത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടു നോക്കാം. സ്കൂളുകളിലേക്കൊന്നും ഈ മതത്തെ കൊണ്ടുവരാൻ പാടില്ലാത്തതാണ്. അതെ, നമ്മുടെ നാട് ആ രീതിയിൽ മാറിപ്പോയല്ലോ എന്നാലോചിക്കുമ്പോൾ, കാരണം സ്കൂളുകൾ പുതിയ തലമുറകളാണല്ലോ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് അതൊക്കെ ഒരു മാറ്റിക്കൊണ്ട് ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ ഭരണഘടന പറയുന്നത് എന്താണ്, എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമാണ് കൊടുക്കുന്നത്. അവിടെ ഒരു മതത്തിൻ്റെ ഒരു കടന്നുവരവില്ല. അപ്പോൾ എല്ലാവരും തുല്യരാണ്. അപ്പോൾ അതൊരു മതത്തിൻ്റെ പേരിലെല്ലാം എന്താ പറയുക, അവരെ ഏൽപ്പിക്കുന്ന, അതായത് അവരെ മതം അടിച്ചേൽപ്പിക്കുന്നതിനോട് നമുക്ക് സ്കൂളിലെ പോലെയുള്ള വിദ്യാലയങ്ങളിൽ ആ രീതിയിലുള്ള ഹിജാബ് പോലുള്ള ഈ പ്രവർത്തനം ചെയ്യാൻ പാടില്ല. കാരണം കുട്ടി കഴിഞ്ഞ ദിവസം വരെ അതിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ വന്നു, പെട്ടെന്ന് ഒരു ദിവസം അത് മറ്റുള്ളവരാണല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതാണ് എൻ്റെ പ്രശ്നം. മറ്റുള്ള തേർഡ് പാർട്ടിയാണ് ഈ എല്ലാ ഇഷ്യൂസും ക്രിയേറ്റ് ചെയ്യുന്നത്. അതെ, അപ്പോൾ വെറുതെ ഒരു വിഷയം ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത പ്രശ്നം ആണല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്യൂസ് അതാണല്ലോ ഉള്ളത്. അപ്പം ഞാനതിനെ ശക്തമായി എതിർക്കുകയാണ്. ഈ വിദ്യാലയങ്ങളിൽ ഇതേപോലെയുള്ള പരിപാടി ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു സ്കൂളാവട്ടെ, അധ്യാപകരുടേതാവട്ടെ, അല്ലെങ്കിൽ തന്നെ ഏതോ സ്ഥാപനമാകട്ടെ, അപ്പോൾ അത് ഒരു മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ നമ്മൾ എല്ലാം നമ്മുടേതായ എല്ലാ കാര്യങ്ങളും അവരുടെ അവതരിപ്പിച്ചിട്ടാണ് അവർ പറയുന്നതനുസരിച്ചല്ലേ നമുക്ക് അവിടെ ഒരു അഡ്മിഷൻ ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആ അഡ്മിഷന് അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ നടപടിക്രമം അനുസരിച്ച് ആ മാനേജ്മെന്റിന് എല്ലാ അധികാരവും ഉണ്ട്. അത് നമ്മൾ സമ്മതിച്ചിട്ടാണല്ലോ ആ സ്കൂളിൽ ചേരാൻ വന്നത്, അല്ലേ? അതെ 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 അതെ. അപ്പോൾ ആ തീരുമാനത്തിനോട് യോജിച്ച് പോകണമെന്നുള്ളതാണ്. മാനേജ്മെന്റിനോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഏതേ ആവട്ടെ, ഇപ്പം നമ്മൾ ഒരു സ്ഥാപനത്തിൽ കയറണമെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ കയറണം, അത് മാനേജ്മെൻറ്റാണ്. അപ്പോൾ അവരുടെ ചിട്ടവും വട്ടവും അവരുടെ അവർ പറയുന്നതനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളായിരിക്കണം നമ്മൾ അവിടെ ഉൾക്കൊള്ളേണ്ടത്. അതെ, പെട്ടെന്നൊരു ദിവസം ഇതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് വെറുതെ അതൊരു സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസം മാനേജ്മെന്റ് ആണോ ഇങ്ങനെ തീരുമാനിച്ചത്? അല്ല, കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞ് കുട്ടിക്ക് അങ്ങനെ ഇട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വന്നത്. അത് ഒരിക്കലും അങ്ങനെ വെച്ച് നമുക്ക് പുറത്തേക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ദിവസം ഒരു മാതാവോ ഒരു പിതാവോ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എക്കാലവും ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനമാകട്ടെ, നിങ്ങളാകട്ടെ നമ്മളാകട്ടെ, ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ നമ്മൾ അനുവദിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അറിയത്തില്ല, അതൊരു തെറ്റായ കാര്യം തോന്നുന്നു. അപ്പം സ്കൂൾ അതിൽ കാണിച്ചാൽ തെറ്റാണെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. യൂണിഫോം അത് മൗലിക അവകാശമല്ലേ അത്? അത് ചെയ്യണം, അതിൻ്റെ കാര്യമുള്ളൂ. വേറൊന്നുമില്ല. സ്കൂളിൽ എല്ലാവരും അങ്ങനെ യൂണിഫോം ഇല്ലല്ലോ. എല്ലാ സ്കൂളിലും എല്ലാവർക്കും ഒരേ യൂണിഫോമാണ്. അതെ, ഈ കുട്ടിക്ക് എല്ലാവർക്കും. നാട്ടിൽ നടപ്പുള്ള സ്കൂളിനൊരു നിയമമുണ്ടല്ലോ, സ്കൂൾ പറയുന്ന യൂണിഫോം തന്നെയാണ് ധരിക്കേണ്ടത്, അല്ലേ? കാരണം കഴിഞ്ഞ ദിവസം വരെ ആ കുട്ടി ആ യൂണിഫോമിലായിരുന്നു വന്നത്, പെട്ടെന്നൊരു ദിവസം ശരിയല്ല. അങ്ങനെ പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിൽ അവരും കാണിക്കാൻ തുടങ്ങുമല്ലോ, അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ഇടാൻ തോന്നുമല്ലോ. ശരിയായ നിയമമല്ല, ശരിയായ നിയമമല്ല എന്നുള്ളതാണ്. കാരണം ഇത് കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞില്ലെങ്കിലും ഒരു സ്കൂളിനൊരു നിയമമുണ്ടല്ലോ, ആ സ്കൂളിന് ആ നിയമം അനുസരിച്ചാണ് ആ കുട്ടി വരേണ്ടതും പഠിക്കേണ്ടതും. അല്ല, സ്കൂളിൽ തീരുമാനിക്കുന്ന ഒരു യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം ഉപയോഗിക്കണം. അതിനെതിരെ ഒരു യൂണിഫോം പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ മക്കളും ഇതുപോലെ പഠിച്ചതാണ്. ആ സ്കൂളിൽ പറഞ്ഞ യൂണിഫോമാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ തന്നെയാണ് അത് വരണം. ഒരിക്കലും ആ ഒരു സ്കൂളിൻ്റെ നിലവാരത്തിനനുസരിച്ചുള്ള യൂണിഫോം വന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും പ്രത്യേക രീതിയൊന്നും അനുവദിക്കാൻ ഒരിക്കലും പാടില്ല. ആ സ്കൂളിൻ്റെ പൊതുവായ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അത് വേണം.